so welcome back to my channel. Hope you all are doing great and well. അപ്പം എൻ്റെ ക്ലാസ്സൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാനായി എൻ്റെ സ്റ്റഡീസൊക്കെ ഞാൻ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിനി, കുറച്ച് ബുക്സൊക്കെ വാങ്ങാനുണ്ടായിനി. അപ്പം അതിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിനി. അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വ്ളോഗിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഓട്സും പിന്നെ ഒരു ഹാഫ് ബനാനയും പിന്നെ ഒരു ഫുൾ ആപ്പിളും പിന്നെ കുറച്ച് പാലും അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ജാറിൽ വെച്ചിട്ട്. അതിൽ കുറച്ച് മൈദ ഇടുന്നതിന് മുന്നേ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ 2 പാൻ കേക്ക്സ്. ബാക്കിയൊക്കെ ഞാൻ മൈദ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി. അപ്പോഴാണ് കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുക. അപ്പോൾ അതാ പാൻ കേക്ക്സൊക്കെ റെഡിയായി. പിന്നെ ഞാൻ ബ്ലാക്ക് ടീ ആക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് അതിൻ്റെ മേലെ ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹണി അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ടോപ്പിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ബനാനൻ്റെ കൂടെ തന്നെ ഹണി ഒഴിക്കാതൊക്കെ തിന്നാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഞാൻ ഷെഫിയാക്കി നിന്നിട്ട് കുടിക്കുന്നുണ്ട്. എമിനപ്പം എഴുന്നേറ്റിട്ടില്ലേ. അപ്പം പിന്നെ ഷെഫിയാക്ക് ഓഫീസിൽ പോയി. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് നെയ്ച്ചോറ് ആദ്യം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എമിനെ എഴുന്നേൽക്കുമ്പോഴത്തേന് നെയ്ച്ചോറാക്കി വെക്കുക, ബാക്കി എന്തായാലും ആവില്ല. അത് അപ്പോഴത്തിന് ആളെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓനെ ഫ്രഷൊക്കെ ആക്കി ഓനക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ടതാ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എമ്മിനെ ഡോക്ടറെ ഇവിടെ കാണിച്ച സമയത്ത് ഒരെഗ്ഗ് എങ്ങനെയെങ്കിലും ഓനെ കഴിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കുറേ ശ്രമിച്ചിട്ട് ഓൻ കഴിക്കുന്നൊന്നുമില്ല. എന്നാലും ട്രൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഓനക്ക് എന്തായാലും കുറച്ച് വെള്ളം കൊടുത്തിട്ടേ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കലുള്ളൂ. അപ്പോൾ അത് ആൾ വെള്ളം കുടിച്ചിട്ട് ഞാൻ ഓനക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബിരിയാണി പ്രിപ്പറേഷൻ വീണ്ടും തുടങ്ങി. ഇത് ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് മസാലയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ദമ്മിടുന്ന പരിപാടിയിലാണ്. ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാലയൊക്കെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പം ഈ ഫിഷ് അടിയിൽ വെച്ചാൽ എന്താ കുഴപ്പം വെച്ചാൽ മൊത്തത്തിൽ പൊടിഞ്ഞു പോകും. നമുക്ക് ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഫിഷ് കഴിക്കാൻ കഴിയില്ല. അപ്പം മേലെ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ഞാൻ ഫിഷൊക്കെ മേലെ വെച്ച് കൊടുത്തതിന് ശേഷം ഓണിയൻസും കാഷ്യൂസും ഫ്രൈ ചെയ്തതൊക്കെ മേലെ ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ്സ് ബിരിയാണി ദമ്മിൽ വെക്കണം, അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് കേട്ടോ. അപ്പം നല്ലോണം ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനത്തെ പിന്നെ ഷെഫിയാക്ക് ഓഫീസിൽ നിന്ന് വന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, അടിപൊളി. ഇനി പിന്നെ ഈവനിങ് ആയ സമയത്ത് ഞാൻ ബ്രൊക്കോളി വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അന്ന് പാനിപ്പൂരി ഉണ്ടാക്കിയ ബാക്കി പൂരി ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് കുറച്ച് പൂരി ഉണ്ടാക്കി ഈവനിങ് സ്നാക്കൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളിതാ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്യാനായി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ബുക്സൊക്കെ എനിക്ക് വാങ്ങാണ്ടേനി, ബുക്സും പെന്നും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാണ്ടേനി. അതിന് വേണ്ടി ഞാൻ പുറത്ത് പോയതാണ്. പിന്നെ എൻ്റെ ബുക്സൊക്കെ ഞാൻ എടുത്തതിന് ശേഷം എമിൻക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് വാങ്ങണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഓനക്കും ബുക്ക് ഇനി വേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഞാൻ വാങ്ങിയതാണ് ഓനക്ക് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഈ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ ഫോട്ടോസുള്ള ബുക്സ് ഉണ്ടാവുമല്ലോ മക്കൾക്ക്, പേപ്പർ ടൈപ്പ് അല്ലാത്ത കാർഡ്ബോർഡ് ടൈപ്പായിട്ടുള്ള അങ്ങനത്തെ ഞാൻ വാങ്ങിയിട്ടുണ്ട് എമ്മിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്ലേറ്റും മീൻസ് ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള സ്ലേറ്റ് ഇല്ലേ, അതും വാങ്ങി. പിന്നെ എൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നൈറ്റ് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ച്. അങ്ങനെ നല്ല ഒരു അടിപൊളി മസാല ദോശ വട ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് അജ്മാനിൽ. ഒരു തമിയൻസിൻ്റെ ഒരു ഷോപ്പാണ്. നല്ല ടേസ്റ്റാണ് ഈ സംഭവം, ഭയങ്കര ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫിൽറ്റർ കോഫി കുടിച്ചിട്ടുണ്ടായിനി. മീനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിനി അവിടുത്തെ ദോശ. അങ്ങനെ അവിടുത്തെ ചേട്ടൻ മിനി കോൽമിഠായി കൊടുത്തതാണ് കേട്ടോ. നമ്മൾ പണ്ടത്തെ ടൈപ്പ് കോൽമിഠായി. അത് കൊടുത്തിട്ട് എനിക്ക് പേടിയാവും എൻ്റെ കയ്യിൽ. അതെങ്ങാനും അതിമൊന്ന് കോൽമൊന്ന് സെപ്പറേറ്റ് ആയി പോയാൽ തൊണ്ടയിൽ കുടുങ്ങി പോകുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കുക. ഇനി അങ്ങനെ മിഠായിയൊക്കെ തിന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിലെത്തി പിന്നെ എമിൻ വേഗം കയറി വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ സ്ലേറ്റ് കാണിച്ചു തരാം കേട്ടോ. എമിന് വാങ്ങിയ സ്ലേറ്റും അതുപോലെ ബുക്കും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ലേറ്റ്, മാഗ്നറ്റിക് സ്ലേറ്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും, നല്ല വെറുതെ കാണിക്കുകയാണ്.
ഇതിൻ്റെ കൂടെ 3 ടോയ്സിൻ്റെ ഷേപ്പുള്ള 3 കുഞ്ഞ് മാഗ്നറ്റ്സ് വരുന്നുണ്ട്. ഒരു ബേർഡിൻ്റെ ഷേപ്പും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പും പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പും. അതിങ്ങനെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നല്ല രസമുണ്ടായിന് കാണാൻ. ഓന് ഭയങ്കര ഇൻട്രസ്റ്റിൽ ചെയ്യുന്നുണ്ടായിന്. പിന്നെ ഓനക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് വാങ്ങി, ബേർഡ്സിൻ്റെയും വെജിറ്റബിൾസ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ചിത്രങ്ങളുള്ള ആനിമൽസിൻ്റെ ഒക്കെ. അപ്പം ഇത് കാർഡ്ബോർഡ് ടൈപ്പ് ആയതുകൊണ്ട് ഒരു വായിലിട്ട് കടിക്കൊന്നുമില്ല. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ഓക്കെ, ബൈ.